എല്ലാ സുമനസ്സുകൾക്കും സാദര നമസ്കാരം. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഏറനാടിൻ്റെ തിലകക്കുറിയായി പരിലസിക്കുന്ന ശാന്തസുന്ദരമായ തുവ്വൂർ ഗ്രാമത്തിൻ്റെ അധിപനായി വാഴുന്ന സാക്ഷാൽ ശ്രീ വേട്ടേക്കരൻ ക്ഷേത്രം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളും ഉപകഥകളും ഉണ്ട്. ഏകദേശം 2500ഓളം കൊല്ലം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം എന്നതാണ് പഴമക്കാർ പറയുന്നത്. കോഴിക്കോട് സാമൂതിരി രാജയുടെ പടനായകരിൽപ്പെടുന്ന തൃക്കിടീരി നായന്മാർ മുഖാന്തിരമാണ് ഈ ക്ഷേത്രം വന്നത് എന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവരിൽ ശ്രദ്ധേയനായ അർജുനന് ഭഗവാൻ പരമശിവൻ പാർവതീ സമേതനായി കിരാതഭാവത്തിൽ പാശുപതാസ്ത്രം നൽകി അനുഗ്രഹം നൽകുന്ന ശാന്തഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. ഭഗവാൻ കിരാതമൂർത്തിയുടെ ഏറ്റവും വലിയ ശിലാവിഗ്രഹം കുടിയിരിക്കുന്നതും ഈ ക്ഷേത്രത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തർ എന്താഗ്രഹിച്ചു വരുന്നുവോ അവരെ അകമഴിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഭാവത്തിലാണ് വിഗ്രഹം രൂപകൽപ്പന ചെയ്തത്. ഒരിക്കൽ ബാലുശ്ശേരി കോട്ടയിൽ നിന്ന് തുവ്വൂരിലേക്ക് വരുന്ന വഴി സാക്ഷാൽ തിരുവളയനാട്ട് ഭഗവതി ഭഗവാനെ തിരിച്ചറിഞ്ഞ് ആതിഥ്യം നൽകി ആദരിച്ചു. തുടർന്നുള്ള യാത്രയിൽ ചമ്മറവട്ടത്ത് അയ്യപ്പനും മമ്മാവിൽ ഭഗവതിയും തിരുമാന്താംകുന്നിൽ അമ്മയും സാക്ഷാൽ വേട്ടേക്കരനെ ആതിഥ്യം നൽകി ആദരിച്ചു. അവരെ അനുഗ്രഹിച്ച് ഭഗവാൻ കിരാതമൂർത്തി തുവ്വൂർ ക്ഷേത്രത്തിലെത്തി. അതിനുശേഷം ഭഗവാന്റെ കളമ്പാട്ടിനു മുമ്പ് തനിക്ക് ആതിഥ്യം നൽകി ആദരിച്ച 4 ദേവചൈതന്യങ്ങൾക്കും കളമെഴുതി പാട്ടുപാടി ആദരിച്ചതിന് ശേഷമേ എനിക്ക് കളമ്പാട്ട് വേണ്ടൂ എന്ന് ഭഗവാൻ അറിയിച്ചത് പ്രകാരമാണ് ക്ഷേത്രത്തിൽ 5 കളം പാട്ട് നിശ്ചയിച്ചത്. ആദ്യകളം തിരുവളയനാട്ട് ഭഗവതിക്ക്, തുടർന്ന് ചമ്മറവട്ടത്ത് അയ്യപ്പന്, ദേശത്തെ പ്രധാന ദേവതയായ മമ്മാവിൽ ഭഗവതിക്കാണ് അടുത്ത കളം. ദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൻ്റെ ആധികാരികത പറയാനുള്ള തിരുമാന്താംകുന്നിൽ അമ്മയ്ക്കാണ് ശേഷം കളമ്പാട്ട്. ഈ 4 ദേവതമാർക്കും കളമ്പാട്ട് നൽകിയതിന് ശേഷമാണ് സാക്ഷാൽ കിരാതമൂർത്തിയായ വേട്ടേക്കരനുള്ള നാളികേരമേറും കളമ്പാട്ടും മറ്റ് സമ്പ്രദായങ്ങളും. ചമ്മറവട്ടത്ത് അയ്യപ്പന് ചമ്മറവട്ടത്ത് പോലും കളമ്പാട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ ദേവന്മാരുടെയും ചരിത്രവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ വേട്ടേക്കരനുമായുള്ള കഥ ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ വേട്ടേക്കരൻ ഈ ദേശത്തിൻ്റെ അധിപനാണെന്ന് പറയാൻ കാരണം. വളരെ വ്യത്യസ്തത പുലർത്തുന്ന ആചാരങ്ങളാണ് ഈ ക്ഷേത്രം അനുവർത്തിച്ചു പോരുന്നത്. എടവത്തിലെ അനിഴം നക്ഷത്രമാണ് പ്രതിഷ്ഠാദിനമായി ആചരിക്കുന്നത്. കർക്കിടകത്തിൽ വിതരണം ചെയ്യുന്ന ഔഷധക്കഞ്ഞി രാമായണ മാസത്തിൽ നിത്യവും ജാതിമത ഭേദമന്യേ ഭക്തർക്ക് കൊടുത്തുവരുന്നു. കർക്കിടകത്തിൽ ഇല്ലനിറയും ആഘോഷമായി ആചരിക്കുന്നു. കന്നിമാസത്തിലെ മഹാനവമി പൂജയോടനുബന്ധിച്ച് എഴുത്തിനിരുത്ത് ഏറെ ശ്രദ്ധേയമാണ്. വൃശ്ചികം 1 മുതൽ മണ്ഡലകാല ചുറ്റുവിളക്കും വൃശ്ചികം 12-നുള്ള അഖണ്ഡനാമ ജപ നൃത്തയജ്ഞവും അയ്യപ്പൻ വിളക്ക് മഹോത്സവവും ഏറെ പ്രസിദ്ധമാണ്. പൊതുവെ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുമ്പോൾ തുവ്വൂർ ഗ്രാമത്തിനൊരു പൈതൃകമുണ്ട്. അതൊട്ടും ചോർന്നു പോകാതെയാണ് തുവ്വൂർ ശ്രീ വേട്ടേക്കരൻ ക്ഷേത്ര തിരുമുറ്റത്ത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം അത്യാഡംബരപൂർവ്വം നടത്തപ്പെടുന്നത്. മകരമാസത്തിൽ ക്ഷേത്ര മഹോത്സവമായി ഊട്ടും പാട്ടും എന്ന വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് 5 ദിവസങ്ങളിലായി 5 കളം പാട്ടും നാളികേരം ഉടയ്ക്കലും. കാര്യസാധ്യത്തിനായി ക്ഷേത്രത്തിൽ വഴിപാടായി പന്തീരായിരവും കളമ്പാട്ടും നടത്തിവരുന്നു. നാട്ടുകാരുടെ എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യവും സഹകരണവും ഈ ക്ഷേത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ മംഗല്യപൂജയും ഉമാമഹേശ്വര പൂജയും ഏറെ പ്രസിദ്ധമാണ്. കൈരാതകലയായ ശിവപാർവതിമാരാകയാൽ നാളികേരം മുട്ടറക്കുന്നതും ഏറെ ശ്രേഷ്ഠമാണ്. സന്താനലബ്ധിക്കും കാര്യസാധ്യത്തിനും വേണ്ടിയുള്ള പൂജയും മൃത്യുഞ്ജയ ഹോമവും ക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രധാന വഴിപാടുകളിൽ പെടുന്നതാണ്. ഉപമൂർത്തികളായി ഭഗവതിക്ക് സാക്ഷാൽ ഭദ്രകാളിക്ക് ചെമ്പരത്തിമാല, പട്ടുചാർത്തൽ, കഠിന പായസം, ശത്രുദോഷ പരിഹാര പൂജ, അതുപോലെ തന്നെ അയ്യപ്പന് ശനിദോഷ പരിഹാര പൂജ, ഗണപതിക്ക്
കറുകഹോമം, ഒറ്റ വിഘ്നനിവാരണ പൂജ, കറുകമാല കൂട്ടു ഗണപതി ഹോമം, ദുർഗയ്ക്ക് ത്രികാല പൂജ, ഭഗവതി സേവ തുടങ്ങി വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാര സമ്പ്രദായങ്ങളിൽ കൂടി കടന്നുപോകുന്ന ഒരു ക്ഷേത്രമാണ് തുവൂർ ശ്രീ വേട്ടേക്കരൻ ക്ഷേത്രം. തന്ത്രരത്നം അണ്ടലാടി മനക്കൽ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക സ്ഥാനം വഹിക്കുന്നത്. മമ്മാവിൽ ശ്രീ സുരേശൻ എമ്പ്രാന്തിരിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി പദം അലങ്കരിക്കുന്നത്. ബ്രഹ്മശ്രീ കണ്ടമംഗലം മനോജ് നമ്പൂതിരിയാണ് ഭഗവാന്റെ വെളിച്ചപ്പാട്. സാക്ഷാൽ കിരാതമൂർത്തി കുടികൊള്ളുന്ന ഭഗവാന്റെ അനുഗ്രഹ ചൈതന്യത്തിനായി ഏവരെയും ഈ ക്ഷേത്രത്തിലേക്ക് ഭഗവത് നാമത്തിൽ തന്നെ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഓം കിരാതരൂപായ നമഃ ശിവായ.